PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് ABVP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ഇത് സംബന്ധിച്ച് കത്ത് അയച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾക്കപ്പുറം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമാക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം അനുവദിക്കരുത് എന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികളുമായി ABVP നേരത്തെ തന്നെ ഈ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് ABVP. ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു. എന്തായാലും പിന്നീട് സംസ്ഥാന സർക്കാർ PM-ശ്രീ പദ്ധതിയുമായി ധാരണയിൽ ഏർപ്പെടുന്നു. പിന്നീട് CPI ഇടഞ്ഞതോടുകൂടി അതിൽ നിന്ന് പതുക്കെ മെല്ലെ തലയുരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്തായാലും പദ്ധതി മരവിപ്പിച്ചിട്ടില്ല. പക്ഷെ പുനഃപരിശോധന എന്നതാണ് സർക്കാരിന്റെ ഒരു നിലപാട്. എന്നാൽ പ്രധാനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ഇത് സംബന്ധിച്ച് കത്ത് ABVP അയക്കുമ്പോൾ ധാരണയിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അങ്ങനെ ഏകപക്ഷീയമായി സർക്കാരിന് ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്നുള്ള വസ്തുത കൂടി ചർച്ചയാകുന്നുണ്ട്. ദിസ്ന സുരേഷിലേക്ക് പോവുകയാണ്. ദിസ്ന, ABVP പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുകയാണ്. അതായത് സർക്കാരിന്റെ ആ മെല്ലെപ്പോക്ക് അനുവദിക്കേണ്ട ആവശ്യമില്ല. അക്കാര്യം തന്നെയാണ് ABVP ചൂണ്ടിക്കാട്ടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ, സാധാരണക്കാരുടെ മക്കളുടെ ഭാവി തുലാസിലാക്കുന്ന യാതൊന്നും പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ABVP ചൂണ്ടിക്കാട്ടുന്നത്. ദിസ്ന പറയും. തീർച്ചയായും രാഗി, PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ABVP എന്ന വിദ്യാർത്ഥി യുവജന സംഘടന മുന്നോട്ട് വന്നത് ഏറെ പ്രശംസനീയമായിരുന്നു. നമുക്കറിയാം, ABVP കേരളത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PM-ശ്രീ കേരളത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP നടത്തിയ സമരപ്രഖ്യാപനങ്ങളും പോരാട്ടങ്ങളും ഒക്കെ തന്നെയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീട് സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ ABVP നേരിട്ടെത്തി ശിവൻകുട്ടിയെ കാണുകയും അഭിനന്ദനം അറിയിച്ചതുമൊക്കെ തന്നെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ മെല്ലെപ്പോക്ക് തുടരുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഈ രാഷ്ട്രീയ ഇടപെടലുകൾക്കപ്പുറം കുട്ടികളുടെ വികസനം, അല്ലെങ്കിൽ നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ കൃത്യമായി ഇതിന്റെ ഗുണം ലഭിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ABVP മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാലയങ്ങളുടെ വികസനം തന്നെയാണ് പ്രധാനമായും PM-ശ്രീ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ABVP എന്ന വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നതും. പ്രധാനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമാണ് ABVP ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുമാണ് ഇത്തരത്തിൽ കത്തയച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും SFIയുടെ ഉൾപ്പെടെയുള്ള സമരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ സമരത്തിലൊക്കെ തന്നെയും വലിയ രീതിയിൽ PM-ശ്രീ പദ്ധതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് സ്കൂളുകൾക്ക് മുന്നിൽ നിർബന്ധിതമായി PM-ശ്രീ എന്നുൾപ്പെടെയുള്ള നാമധേയങ്ങൾ വെക്കണമെന്നും അത്തരത്തിൽ സിലബസുകളിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നൊക്കെ രീതിയിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണമാണ് PM-ശ്രീ പദ്ധതിക്കെതിരെ കേരളത്തിലെ സംസ്ഥാന സർക്കാരും അതുപോലെ ഇടതുപക്ഷ സംഘടനകളും ഒക്കെ തന്നെ നടത്തിയത്. പക്ഷേ PM-ശ്രീ എന്താണെന്നും PM-ശ്രീ പദ്ധതി എങ്ങനെയാണ് കുട്ടികൾക്ക് ഗുണം ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് ആളുകൾക്കിടയിൽ വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആ പദ്ധതിയിൽ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിട്ടുള്ളത്. ഈ മെല്ലെപ്പോക്ക് നയത്തിനെതിരെയാണ് ഇപ്പോൾ ABVP രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യം തന്നെയാണ് ABVP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് മാനിച്ചുകൊണ്ടാണ് അവർ പ്രധാനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും കത്തയച്ചിട്ടുള്ളത്. രാഗി, ശരി ദിസ്ന, PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം, ഇതാണ് ABVPയുടെ ആവശ്യം. പ്രധാനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ഇത് സംബന്ധിച്ച് ABVP കത്ത് അയച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന സുരേഷാണ്.